നൽകുന്നതിനിടെ കമ്പനി നിങ്ങളെ പറ്റിച്ചോ? കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകാൻ അറിയില്ലേ? വിഷമിക്കേണ്ട, പരിഹാരമുണ്ട്. ജനഹിതം 24x7 സ്വാഗതം. ഡെയിലി ലൈഫിൽ പലവിധ ചൂഷണങ്ങൾക്കും നമ്മൾ ഇരയാകാറുണ്ട്. പ്രത്യേകിച്ചും ഫിസിക്കൽ പർച്ചേസുകൾ നടത്തുമ്പോഴും ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴുമൊക്കെ പല ഫിനാൻഷ്യൽ ഫ്രോഡിനും നമ്മൾ ഇരയാകാറുണ്ട്. എന്നാൽ പരാതിപ്പെടാൻ പോയി സമയം കളയേണ്ട എന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇക്കാര്യങ്ങൾ വിട്ടുകളയുകയാണ് ചെയ്യാറുള്ളത്. 10,000-10,000 പോയാലും സാരമില്ല, പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങി നടക്കാൻ സമയമില്ല എന്ന ചിന്തയാണ് പരാതി നൽകുന്നതിൽ നിന്ന് പലപ്പോഴും ആളുകളെ പിന്നോട്ട് വലിക്കുന്നത്. ഒപ്പം ഇത്തരം പരാതികൾക്കൊന്നും പരിഹാരം ലഭിക്കില്ല എന്നൊരു തോന്നലും പലർക്കുമുണ്ട്. പക്ഷേ സത്യം അതല്ല. കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകുക അത്ര വലിയ ഒരു ജോലിയല്ല. എളുപ്പത്തിൽ ഓൺലൈനായി നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകാം എന്നാണ് വിശദീകരിക്കുന്നത്. എന്താണ് കൺസ്യൂമർ കംപ്ലൈന്റ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾ വാങ്ങിയ ഉൽപ്പന്നമോ സേവനമോ തൃപ്തികരമല്ലാത്ത രീതിയിൽ വന്നാൽ പരാതിപ്പെടാം. ഉദാഹരണത്തിന് കേടായ ഉൽപ്പന്നം, തെറ്റായ പരസ്യം, മോശം സേവനം, വൈകിയുള്ള ഡെലിവറി എന്നിവയെല്ലാം പരാതിക്ക് കാരണമാകാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് നിങ്ങൾക്ക് നീതി ലഭിക്കും. എപ്പോഴൊക്കെ പരാതിപ്പെടാം എന്നും അറിഞ്ഞിരിക്കണം. സംഭവം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ പരാതി നൽകണം എന്ന കാര്യം ശ്രദ്ധിക്കണം. ഉൽപ്പന്നം ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ, പണം നൽകിയിട്ടും സേവനം കിട്ടാതിരുന്നാൽ, കൂടുതൽ പണം ഈടാക്കിയാൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചാലൊക്കെ പരാതിപ്പെടാവുന്നതാണ്. ഇനി പരാതിപ്പെടാനായി എന്തൊക്കെ രേഖകൾ വേണമെന്ന് നോക്കാം. ഉൽപ്പന്നത്തിന്റെ ബിൽ അല്ലെങ്കിൽ ഇൻവോയ്സ്, വാറന്റി അല്ലെങ്കിൽ ഗ്യാരണ്ടി കാർഡ്, കമ്പനിയുടെ കസ്റ്റമർ കെയറുമായോ സ്ഥാപനവുമായോ നിങ്ങൾ നടത്തിയ സംഭാഷണങ്ങളുടെ റെക്കോർഡിംഗ്സ്, ഇമെയിൽ, മെസ്സേജസ് തുടങ്ങിയവ, തിരിച്ചറിയൽ രേഖ, കമ്പനിക്ക് കൊടുത്ത പരാതിയുടെ പകർപ്പ്, എന്താണ് നിങ്ങളുടെ പരാതി, നിങ്ങൾക്ക് എന്താണ് പരിഹാരമായി വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം അടങ്ങിയ ഡോക്യുമെന്റ് എന്നിവയ്ക്കൊപ്പം റീഫണ്ട്, റീപ്ലേസ്മെന്റ്, കോമ്പൻസേഷൻ എന്നിവയിൽ ഏത് ഓപ്ഷൻ നൽകണമെന്ന് കൂടി ഉൾപ്പെടുത്തി പരാതി നൽകാവുന്നതാണ്. പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഈ രേഖകൾ തയ്യാറാക്കി വെക്കുന്നതാണ് നല്ലത്. ഇനി ഓൺലൈനിൽ എങ്ങനെ പരാതി നൽകാമെന്ന് നോക്കാം. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ വെബ്സൈറ്റിലാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്. consumerhelpline.gov.in എന്നാണ് വെബ്സൈറ്റിന്റെ URL. ഇതാണ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക പോർട്ടൽ. രജിസ്റ്റർ ഗ്രീവൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ സംസ്ഥാനവും ജില്ലയും തിരഞ്ഞെടുക്കണം. ഉൽപ്പന്നം, കമ്പനി, പ്രശ്നം എന്നിവയുടെ വിവരങ്ങൾ നൽകി പരാതി ഫോം പൂരിപ്പിക്കുക. തുടർന്ന് നമ്മൾ നേരത്തെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന തെളിവുകൾ അടങ്ങിയ രേഖകൾ അപ്ലോഡ് ചെയ്യുക. PDF ഫോർമാറ്റിൽ 1 MB കുറഞ്ഞ ഫയലുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. തുടർന്ന് കോർട്ട് ഫീസ് ഓൺലൈനായി അടയ്ക്കുക. ഈ ഫീസ് നിങ്ങൾ ആവശ്യപ്പെടുന്ന തുകയുടെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കും. ഇനി അപേക്ഷ സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടിലൂടെ പരാതി ട്രാക്ക് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് ഓൺലൈനായി പരാതി നൽകുന്നത്. ഇനി ഓഫ്ലൈനായി പരാതി നൽകാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ പരാതി എഴുതി നിങ്ങളുടെ അടുത്തുള്ള ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസൽ കമ്മീഷനിൽ രേഖകളുടെ പകർപ്പുകൾ സഹിതം സമർപ്പിക്കുക. കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകുന്നതിനുള്ള ഫീസ് പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരത്തിന്റെ മൊത്തം തുകയ്ക്ക് അനുസരിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത്. 5 ലക്ഷം വരെയുള്ള പരാതികൾക്ക് നിലവിൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന പരാതിക്ക് ഫീസ് 200 രൂപ മാത്രമാണ്. 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 400 രൂപയും, 20 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ 1000 രൂപയും, 50 ലക്ഷം മുതൽ 1 കോടി വരെ 2000 രൂപയും, അതിനു മുകളിലുള്ള തുകയ്ക്ക് 2500 രൂപയുമാണ് 2025 കോടതി ഫീസ്. ഓരോ വർഷവും ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി പരാതിക്ക് പരിഹാരം കിട്ടാൻ എത്ര സമയമെടുക്കും എന്ന് നോക്കാം. സാധാരണയായി 3 മുതൽ 6 മാസത്തിനുള്ളിൽ കേസുകൾ പരിഹരിക്കാനാകും. എന്നാൽ ചില കേസുകൾക്ക് കൂടുതൽ സമയമെടുത്തേക്കാം. നിങ്ങൾക്ക് കേസിന്റെ സ്റ്റാറ്റസ് ഓൺലൈനിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. പരാതി നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. പരാതി വളരെ വ്യക്തമായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് പ്രശ്നം ലളിതമായി എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്ന സുഹൃത്തുക്കളുടെയോ പരിചയമുള്ള അധ്യാപകരുടെയോ സഹായം തേടാവുന്നതാണ്. മര്യാദയുള്ള ഭാഷ ഉപയോഗിക്കുക എന്നതും പ്രധാനമാണ്. നിങ്ങൾ വലിയ ചൂഷണത്തിന് ഇരയായതുകൊണ്ട് തന്നെ ആ കമ്പനിയോട് ദേഷ്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ മര്യാദ കൈവിട്ടുള്ള ഭാഷ പരാതിയിൽ ഉപയോഗിക്കരുത്. ഒപ്പം പരാതിയിൽ വെള്ളം ചേർക്കരുത്. സത്യമായ കാര്യങ്ങൾ മാത്രം പറയുക. പരാതി നൽകിയ ശേഷവും എല്ലാ രേഖകളും കയ്യിൽ സൂക്ഷിക്കണം. എപ്പോഴാണ് ഇവ ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക വളരെ വലുതാണെങ്കിലോ അല്ലെങ്കിൽ വളരെ സങ്കീർണമായ പരാതിയാണെങ്കിലോ ഒരു കൺസ്യൂമർ ലോയറെ സമീപിക്കുന്നത് വേഗത്തിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചേക്കും. പലരും പരാതി നൽകാൻ മടിക്കുന്നതിന്റെ പ്രധാന കാരണം നാണക്കേടാണ്. തങ്ങളെ ഒരാൾ പറ്റിച്ചു അല്ലെങ്കിൽ ഒരു കമ്പനി പറ്റിച്ചു എന്ന കാര്യം മറ്റുള്ളവർ അറിഞ്ഞാൽ എന്തു വിചാരിക്കും എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകും. പക്ഷെ അങ്ങനെ വിചാരിച്ച് മടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഒന്നാമത് നിങ്ങളെ
പറ്റിക്കാൻ ആർക്കും അവകാശമില്ല. നിങ്ങളെ പറ്റിച്ചവരാണ് നാണക്കേടിനെ ഭയക്കേണ്ടത്. മാത്രമല്ല, ഇന്ന് നിങ്ങളൊരു പരാതി നൽകി ഈ ചൂഷണം തടഞ്ഞ് ഇതേ പ്രശ്നം നേരിടുന്ന പലർക്കും പ്രതികരിക്കാൻ ഒരു പ്രചോദനമായേക്കും. മാത്രമല്ല, ഇതേ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ പ്രതികരിക്കാൻ തയ്യാറാവുകയും ഇത്തരം ചൂഷണങ്ങൾ കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പ്രശ്നം സംഭവിച്ചാൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. നിയമം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കൺസ്യൂമർ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത് നിങ്ങളുടെ അവകാശമാണ്. ഓൺലൈനായി ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. ഓൺലൈൻ വഴി കൺസ്യൂമർ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചൂഷണം നേരിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും കാണാം.